വികസന രംഗത്ത് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും നാടിന്റെ വികസന കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തങ്കമണി ഉരിക്കോട്ടി പാണ്ടിപ്പാറ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒട്ടേറെ മാറ്റങ്ങൾക്ക് ഇടം കൊടുത്ത പ്രദേശമാണ് കാമാക്ഷി. വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതിനാൽ അടിസ്ഥാന വികസന രംഗത്ത് നിരവധി മാറ്റങ്ങൾ ഉണ്ടായി. നിലവിലുള്ള എല്ലാ റോഡുകളും നല്ല രീതിയിലാക്കുവാൻ സാധിച്ചു. ഏതാനും നാളുകൾക്കുള്ളിൽ റോഡ് വികസനം പൂർണ്ണമാകും. കട്ടപ്പന-തേനി തുരങ്കപാത വിദൂരമല്ല. അതിന്റെ സാധ്യതാ പഠനത്തിന് തുക വകയിരുത്തിയിട്ടുണ്ട്. കട്ടപ്പന ടൂറിസം ഹബ്ബാകുമ്പോൾ അതിൽ കാമാക്ഷിയെയും ഉൾപ്പെടുത്തും. കുടിവെള്ള രംഗത്ത് 800 കോടി രൂപയാണ് മുടക്കുന്നത്. ശുചീകരണ പ്ലാന്റിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കൂടാതെ അണക്കെട്ടിലെ വെള്ളത്തിനനുസരിച്ച് ഉയർന്നും താഴ്ന്നും വെള്ളം എടുക്കുന്നതിനായുള്ള ഫ്ലോട്ടിംഗ് പമ്പിന്റെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്താണ് സർക്കാർ മുന്നേറുന്നതെന്നും മന്ത്രി പറഞ്ഞു. വികസന രംഗത്ത് വ്യക്തമായ കാഴ്ചപ്പാട്, അതിലെ കക്ഷി രാഷ്ട്രീയ ജാതിമത വർഗവർഗ വ്യത്യാസമില്ല. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ ഈ നാടെന്നും സജ്ജമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ വിജയവും പരാജയവും എല്ലാം സംഭവിക്കും. പക്ഷേ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുന്നൊരു ചരിത്രമാണ്. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് അംഗം റെജി മുക്കാട്ടിൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. DTPC എക്സിക്യൂട്ടീവ് അംഗം CV വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം. പരിപാടിയിൽ പഞ്ചായത്ത് അംഗം ഷേർലി ജോസഫ, സ്വാഗത സംഘം കൺവീനർ സിവിച്ചൻ പൌത്ത, വിവിധ കക്ഷി രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളായ റോമിയോ സെബാസ്റ്റ്യൻ, KV ആന്റണി, MB ജോർജ്, ചെറിയാൻ കട്ടക്കയം തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി.